ഹേ ഓൾ, വെൽക്കം ടു ബുക്കിഷ് ബാട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോസഫ് ഫ്രാങ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന എസ്സേ ആണ്. ആൻഡ് ഈ ഒരു എസ്സേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് എസ്സേ ഇസ് എ ക്രിട്ടിക്കൽ ആൻഡ് ഫിലോസോഫിക്കൽ അനാലിസിസ് ഓഫ് Fyodor Dostoevsky's novel Crime and Punishment, and it is focusing on the characters, ideologies, moralities, and the novel's enduring relevance. അതായത് മെയിനായിട്ട് ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഡൈനാമിക്സ്, അതേപോലെ റാസ്കോൾനിക്കോവ് എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടറിൻ്റെ ഐഡിയോളജീസ്, ട്രാൻസ്ഫോർമേഷൻ, ആൻഡ് ഓൾസോ ഈ ഒരു നോവലിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസോഫിക്കൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആൻഡ് ദ ടൈംലെസ് റെലവൻസ് ഓഫ് ദിസ് നോവൽ, അതെല്ലാമാണ് ഈ ഒരു എസ്സേയുടെ അകത്ത് ജോസഫ് ഫ്രാങ്ക് ഡിസ്കസ് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ എസ്സേ. ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇറ്റാലിയൻ നോവലിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ടോ മൊറാവിയൊക്കെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ചുള്ള ഒരു വ്യൂ പറഞ്ഞുകൊണ്ടാണ്. ആൽബർട്ടോ മൊറാവിയ സോ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് റഷ്യ ആൻഡ് യൂറോപ്പ് ഓവർ ദ പാസ്റ്റ് 50 years. അങ്ങനെ മൊറാവിയ പറയാനുള്ളൊരു കാരണം കൂടിയുണ്ട്. ബിക്കോസ് ഇതിൻ്റെ അകത്തെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള റാസ്കോൾനിക്കോവിനെ കമ്പയർ ചെയ്യുന്നത് സോവിയറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സ്റ്റാലിനായിട്ടാണ്. അപ്പോൾ ആൽബർട്ടോ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് പറയുമ്പോൾ ഹി സേയിങ് ദാറ്റ് ഇപ്പോഴുള്ള അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടായിരുന്ന സോവിയറ്റ് ലീഡേഴ്സിൻ്റെ ക്യാരക്ടേഴ്സായിട്ട് വളരെയധികം സാമ്യമുണ്ട് എന്നാണ്. ദോ റാസ്കോൾനിക്കോവ് ഡിഡ് നോട്ട് ഫോളോ മാർക്സിസം, ഹി ഷെയർഡ് ട്രേറ്റ്സ് ലൈക്ക് സോവിയറ്റ് കമ്മീഷണേഴ്സ്, എ ഡിസയർ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, സ്ട്രോങ് ബിലീഫ് ആൻഡ് വില്ലിങ്നെസ് ടു കമ്മിറ്റ് വയലൻസ് ഫോർ എ കോസ്. അപ്പോൾ ആൽബർട്ടോ മൊറാവിയോട് പറയുന്നത് ഈ ഒരു നോവൽ ശരിക്കും ആ ഒരു സമയത്ത് റഷ്യ അല്ലെങ്കിൽ ആ സമയത്ത് യൂറോപ്പിലുള്ള അവസ്ഥകൾ എന്തായിരുന്നു അത് കറക്റ്റായിട്ട് കാണിക്കുകയാണ് ചെയ്തത് എന്നാണ്. നെക്സ്റ്റ് നമ്മുടെ എസ്സേസിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓഥറായിട്ടുള്ള ദസ്റ്റോവെസ്കിയുടെ ഏർലി ലൈഫിനെ കുറിച്ചാണ്. ദസ്റ്റോവെസ്കി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഇൻ 1865, വിച്ച് വാസ് 5 years ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം എക്സൈൽ ഇൻ സൈബീരിയ. സോ നമ്മുടെ ഇതിൽ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള റാസ്കോൾനിക്കോവിനെ പോലെ നമ്മുടെ ഓഥറും കുറച്ച് നാൾ എക്സൈലിലായിരുന്നു, ദാറ്റ് ടു ഇൻ സൈബീരിയ. ആൻഡ് he also suffered with many personal losses, ബിക്കോസ് നമ്മുടെ ഓഥറിൻ്റെ ലൈഫിൽ ഒരുപാട് ലോസസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, വൈഫിന് ട്യൂബർകുലോസിസ് ആയിരുന്നു. ആൻഡ് ലേറ്റർ ഹി ഓൾസോ ലോസ് ഹിസ് ബ്രദർ മിഖായിൽ. ആൻഡ് മിഖായിലിൻ്റെ ഒപ്പമാണ് നമ്മുടെ ഓഥർ സ്വന്തമായിട്ടുള്ളൊരു ജേർണൽ നടത്തിയിരുന്നു. ആ ജേർണലിൻ്റെ നെയിമാണ് എപ്പോച്ച്. ആൻഡ് ഹിസ് ജേർണൽ എപ്പോച്ച് ഫെയിൽ, ലീവിങ് ഹിം ഇൻ ഡെപ്റ്റ്. സോ ഇതേപോലെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് ലോസസ് ഉണ്ടായി. അതേപോലെ വളരെയധികം കടബാധ്യതയിലുമായിരുന്നു ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓഥർ. ആൻഡ് ഈ ഒരു ടൈമിൽ ഹി ഫെൽ ലൈക്ക് ഹി വോണ്ട് ടു ട്രാവൽ ടു യൂറോപ്പ് for relief from all this stress, and also he hoped to reunite അല്ലെങ്കിൽ reconnect with his ex-mistress അപ്പോളിനാരിയ സുസ്ലോവ. സോ ഈ ഒരു കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനും അതേപോലെ സ്വന്തം സ്ട്രെസ്സിൽ നിന്നെല്ലാം ഒരു റിലീഫിനും അദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്നൊരു കാര്യം യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ളതായിരുന്നു. ആൻഡ് സിൻസ് ഹിസ് വൈഫ് ഇസ് നോ മോർ, ഈ ഒരു സമയം എന്തായാലും സ്വന്തം എക്സ് മിസ്ട്രസ് ആയിരുന്ന അപ്പോളിനാരിയോടൊപ്പം റീകണക്ട് ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹം ആ സമയത്ത് ഹോപ്പ് ചെയ്തിരുന്നു. ഓൾറെഡി ഒരുപാട് ഡെപ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇങ്ങനെ ഒരു യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹി മാനേജ് ടു ഒബ്റ്റെയിൻ എ ലോൺ ഫ്രം ദി ലിറ്റററി ഫണ്ട്. ലിറ്റററി ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ടു ഹെൽപ്പ് ദ നീഡി ഇൻ്റലക്ച്വൽസ്. സോ ആദ്യം നമ്മുടെ ദസ്റ്റോവെസ്കി എഴുതാനിരുന്ന നോവലിൻ്റെ പേര് ദ ഡ്രങ്കാർഡ് എന്നായിരുന്നു, വിച്ച് ഫോക്കസ്ഡ് ഓൺ ആൽക്കഹോളിസം ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ഫാമിലീസ് ആൻഡ് ചിൽഡ്രൻ. ഈ ഒരു തീം കറക്റ്റായിട്ട് പോർട്രേ ചെയ്യുന്ന ഒരു ക്യാരക്ടർ നമുക്ക് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ തന്നെ കാണാൻ പറ്റും, വിച്ച് ഇസ് മെർമലഡാവ്. ആൻഡ് മെർമലഡാവിൻ്റെ ഫാമിലി സബ്പ്ലോട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഈ പറയുന്ന ദസ്റ്റോവെസ്കി ആദ്യം എഴുതാനിരുന്ന നോവലായിട്ടുള്ള ഡ്രങ്കാർഡിൽ ഫോക്കസ് ചെയ്തിരുന്ന ആൽക്കഹോളിസത്തിനെ കുറിച്ചും അതെങ്ങനെ ഫാമിലിയെ എഫക്റ്റ് ചെയ്യുന്നത് അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡ്രങ്കാർഡ് എന്ന് പറയുന്ന നോവൽ എഴുതാൻ വേണ്ടി തന്നെ ആദ്യം അദ്ദേഹം വേറൊരു ജേർണലിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി പിച്ച് ദിസ് ഐഡിയ ടു ദ ജേർണൽ നോട്ട്സ് ഓഫ് ദി ഫാദർലാൻഡ് ആൻഡ് ആസ്ക് ഫോർ എൻ അഡ്വാൻസ് ഓഫ് 3,000 rubles ബട്ട് വാസ് റിജക്റ്റഡ്. കാരണം അദ്ദേഹം ഓൾറെഡി ഒരുപാട് കടബാധിതങ്ങളിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു റൈറ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ, അതും അഡ്വാൻസ് ആയിട്ട് 3,000 rubles കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. ഈവൻ ആ പറഞ്ഞ ജേർണലായിട്ട് നോട്ട്സ് ഓഫ് ഫാദർലാൻഡ് എന്ന് പറയുന്നവരും തയ്യാറായിരുന്നില്ല. സോ ഹി റിസേർച്ച്ഡ് എ ലോട്ട് ഫോർ ദിസ് നോവൽ ആൻഡ് എ പാർട്ട് ഓഫ് ദിസ് വാസ് യൂസ്ഡ് ടു റൈറ്റ് ദ Mermeladov and his family subplot. And Dostoevsky made a deal with the publisher F.T. Stilowsky. വേറെ ഒരു പബ്ലിഷേഴ്സിനെയും കിട്ടാതിരുന്നൊരു സമയത്ത്
നമ്മുടെ ഡെസ്തോവെസ്കി അപ്രോച്ച് ചെയ്തൊരു പേഴ്സണാണ് FT സെലോസ്കി. ആൻഡ് FT സെലോസ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ളതും അതേപോലെ വളരെ ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ബട്ട് സെലോസ്കി എഗ്രീഡ് ടു ഗിവ് ഹിം ദ മണി. അദ്ദേഹത്തെ പോലത്തെ ക്യാരക്ടറുള്ള ആൾ എന്തായാലും വെറുതെ ഇത്രയും കാശ് കൊടുക്കില്ലല്ലോ. അപ്പോൾ അതിന് എക്സ്ചേഞ്ച് ആയിട്ട് സെലോവെസ്കി ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ്റ്റോവെസ്കിയുടെ 3 വോള്യൂം കളക്ഷൻ പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ അധികാരവും സ്റ്റെലോവെസ്കിക്ക് കൊടുക്കണം എന്നാണ്. ആൻഡ് ഹി ഓൾസോ ഹാഡ് ടു റൈറ്റ് എ നോവല ബൈ November 1st, 1866, or Stolowski would gain the right to publish all his future works for free for 9 years. സോ ഇതായിരുന്നു അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ്. സ്റ്റെലോവെസ്കി തന്ന കാശുകൊണ്ട് നമ്മുടെ ഓഥർ അബ്രോഡ് ട്രാവൽ ചെയ്തു. ബട്ട് ഹി ലോസ്റ്റ് എവറിത്തിങ് ബൈ ഗാംബ്ലിംഗ് ഇൻ വീസ്ബാഡൻ. സോ വീസ്ബാഡൻ എന്ന് പറയുന്നത് ഒരു സിറ്റിയാണ്. ആ സിറ്റിയിൽ ഈ തന്ന ക്യാഷ് എല്ലാം ഗാംബ്ലിങ്ങിലൂടെ നമ്മുടെ ഓഥർ നഷ്ടപ്പെട്ടു. ആൻഡ് ഹി ബിക്കെയിം ട്രാപ്ഡ് ഇൻ ദ ഹോട്ടൽ, അൺഏബിൾ ടു പേ ഹിസ് ബിൽ ആൻഡ് ലിവ്ഡ് ഇൻ ഹ്യൂമിലിയേഷൻ. സോ ഇപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹോട്ടലിൽ ട്രാപ്ഡ് ആയി പോവുകയും ചെയ്തു. അദ്ദേഹം ആ സമയത്ത് ഹെൽപ്പിന് വേണ്ടി ഒരുപാട് പേരെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു. ഈവൻ സ്വന്തം മിസ്ട്രസ്സിന് പോലും ഒരു ലെറ്റർ അയച്ചു ഡിസ്ക്രൈബിങ് ഹിസ് ഹാർഡ്ഷിപ്പ് ദർ. ബട്ട് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആരും തന്നെ സഹായിച്ചില്ല. ആൻഡ് ഡ്യൂറിങ് ദിസ് ടൈം ഹി കൺസീവ് ദ ഐഡിയ ഓഫ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ആൻഡ് ഹി റോട്ട് ടു ഹിസ് ഫ്രണ്ട് മില്യുക്കോവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. ഹി റോട്ട് എ ലെറ്റർ ടു മില്യുക്കോവ് ട്രൈങ് ടു സെൽ എ സ്റ്റോറി ഹി ക്ലെയിം വുഡ് ബി ഒറിജിനൽ. തൻ്റെ ഫ്രണ്ടായിട്ടുള്ള മില്യുക്കോവിനോട് തനിക്ക് വേണ്ടി ഒരു പബ്ലിഷറിനെ കണ്ടെത്താനാണ് ആദ്യം തന്നെ ദോസ്റ്റോവെസ്കി ചോദിച്ചത്. ആൻഡ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ജേർണൽസും ആ സമയത്ത് ഇതിനു വേണ്ടി തയ്യാറായിരുന്നില്ല. ആൻഡ് at that time he approached Mikhail Katkov. Mikhail Katkov is the editor of Russian Messengers, and he described this particular novel as a psychological report of a crime. ഈ നോവലിൻ്റെ ക്രക്സ് പോലെ നമ്മുടെ ദോസ്റ്റോവെസ്കി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: ദ മെയിൻ ക്യാരക്ടർ വാസ് എ പുവർ എക്സ്പെൽഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ഫ്രം എ lower social class, and influenced by strange idea, he decided to escape his miserable life in one bold move by killing an old pawnbroker. നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി ലൈൻ നമ്മുടെ ഓഥറിന് കിട്ടിയതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദോസ്റ്റോവെസ്കി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ റിയൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ എ ക്രൈം കമ്മിറ്റഡ് ബൈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. സോ ഈ ഒരു വൈൽ ഹി വാസ് ഇൻ സൈബീരിയൻ പ്രിസൺ ക്യാമ്പ്, ഹി സ്റ്റഡീഡ് അബൌട്ട് ക്രിമിനൽസ്, ലൈക്ക് എങ്ങനെയാണ് ഓരോ ക്രിമിനൽസും ഉള്ളത് എന്നുള്ള രീതിയിലെല്ലാം നമ്മുടെ ഓഥർ പഠിച്ചിരുന്നു. ആൻഡ് ഓഥർ ക്രിമിനൽസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് പെസൻറ്റ് ക്രിമിനൽസ് ആണ്. പെസൻറ്റ് ക്രിമിനൽസ് ഷോഡ് ഗിൽറ്റ് ബട്ട് റെസ്പെക്റ്റഡ് റിലീജിയസ് മോറൽസ്. ആൻഡ് അനദർ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ അനദർ ഡിവിഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ് ആണ്. എഡ്യൂക്കേറ്റഡ് ക്രിമിനൽസ് ഹവർ വർ മോർ ഡേഞ്ചറസ് ബിക്കോസ് ദേ കുഡ് ജസ്റ്റിഫൈ ദെയർ ആക്ഷൻസ് ലോജിക്കലി. ആൻഡ് റാസ്കോൾനിക്കോവ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം നമ്മുടെ ഓഥറിനെ ഇൻസ്പയർ ചെയ്തത് അരിസ്റ്റോവ് എന്ന് പറയുന്ന ഒരു ആളുടെ കേസാണ്. ആൻഡ് അരിസ്റ്റോവും ഒരു യങ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു ഹു വാസ് ഫ്രം എ വെരി ഹംബിൾ ബാക്ക്ഗ്രൗണ്ട് മച്ച് ലൈക്ക് റാസ്കോൾനിക്കോവ്. ആൻഡ് അരിസ്റ്റോവും ഒരു ഓൾഡ് മണി ലെൻഡർ ആയിട്ടുള്ള ഒരു വുമണിനെയും അവരുടെ സെർവൻറ്റിനെയും കില്ല് ചെയ്തു, വിച്ച് ഇസ് അഗെയിൻ സിമിലർ ടു ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ആൻഡ് ദോസ്റ്റോവെസ്കി ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തത് അരിസ്റ്റോവിൻ്റെ ഒരു കൂൾ ബ്ലഡഡ് റീസണിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വിച്ച് റിസംബിൾ ദ എക്സ്ട്രാ ഓർഡിനറി മാൻ തിയറി റാസ്കോൾനിക്കോവ് യൂസ് ടു ജസ്റ്റിഫൈ ഹിസ് ക്രൈം. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 1860s റഷ്യൻ റാഡിക്കൽസിന് ദേ വാണ്ടഡ് ടു റീഡിഫൈൻ മൊറാലിറ്റി യൂസിങ് റീസൺസ് ഇൻസ്റ്റെഡ് ഓഫ് റിലിജിയൻ. പക്ഷേ ദോസ്റ്റോവെസ്കി ഈ ഒരു ഐഡിയയെ ഭയങ്കരധികം ഡിസഗ്രി ചെയ്തിരുന്നു. ആൻഡ് ഈ ഒരു റാഡിക്കലായിട്ടുള്ള ഐഡിയാസിനെ ദോസ്റ്റോവെസ്കി സ്വന്തം പ്രിസൺ ടൈമിലായിരുന്ന ബുക്സിൽ അദ്ദേഹം എഴുതിയിരുന്ന ബുക്സിനകത്ത് ഒരുപാടധികം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ദ നോവൽ ആസ് എ ഷോർട്ട് സൈക്കോളജിക്കൽ സ്റ്റോറി അബൌട്ട് എ മാൻ ഹു കമ്മിറ്റഡ് എ ക്രൈം ആൻഡ് സഫേഴ്സ് മെൻ്റലി. പക്ഷേ ഈ ഒരു നോവൽ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ദ സ്റ്റോറി ബിക്കം എ ലാർജ് നോവൽ ഓഫ് ഐഡിയാസ് കമ്പൈനിങ് ഡീപ് തോട്ട്സ്, ഇമോഷൻ ആൻഡ് സോഷ്യൽ കമൻട്രി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ നോവൽ ജസ്റ്റ് റാസ്കോൾനിക്കോവിനെ കുറിച്ച് മാത്രമല്ല, ആ സമയത്തുണ്ടായിരുന്ന റഷ്യയും അന്നത്തെ റാഡിക്കൽസിന് അന്നത്തുണ്ടായിരുന്ന അവർ കൊണ്ടുവന്ന ഐഡിയോളജീസിനെയും എല്ലാം ദോസ്റ്റോവെസ്കി ഈ ഒരു നോവലിലൂടെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. ആൻഡ് ദ സ്റ്റോറി ഇൻക്ലൂഡഡ് നോട്ട് ജസ്റ്റ് റാസ്കോൾനിക്കോവ്സ് തോട്ട് ബട്ട് ഓൾസോ അതർ ക്യാരക്ടേഴ്സ് ലൈക്ക് സോണിയ ആൻഡ് ദ മെർമലഡോവ് ഫാമിലി ഹു ഇൻഫ്ലുവൻസ് ഹിസ് ഡിസിഷൻ.
നെക്സ്റ്റ് ഈ ഒരു നോവലിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. അറ്റ് ഫസ്റ്റ് ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് ദ നോവൽ ഇൻ ഫസ്റ്റ് പേഴ്സൺ, പക്ഷേ റാസ്കോൾനിക്കോവ് എന്ന് പറയുന്ന പേഴ്സൻ്റെ മൈൻഡ് ഇസ് വെരി മച്ച് കെയോട്ടിക് ആൻഡ് ഹീ ഈസ് അൺസ്റ്റേബിൾ ആഫ്റ്റർ ദ മർഡർ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ എഴുതുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ ആണ് എന്ന് ദോസ്തോവെസ്കിക്ക് തോന്നിയിരുന്നില്ല. ആൻഡ് ദോസ്തോവെസ്കി റീസ്റ്റാർട്ടഡ് ദ നോവൽ യൂസിങ് തേർഡ് പേഴ്സൺ നറേറ്റീവ്, ഗിവിംഗ് ഹിം മോർ ഫ്രീഡം. Therefore, he created a very close third person narrator, which is like an invisible narrator പോലെയാണ്, who sees the world mostly through Raskolnikov's eyes. നെക്സ്റ്റ് നമ്മുടെ ദോസ്റ്റോവെസ്കിയെ ഇൻസ്പയർ ചെയ്തത് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ എസ്സേയിസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിമിത്രി പിസറോവ് എന്ന് പറയുന്നൊരു റൈറ്ററിനെ കുറിച്ച് ഈ ഒരു എസ്സേയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദിമിത്രി പിസറോവ് എന്ന് പറയുന്നതും ഒരു റഷ്യൻ റൈറ്ററായിരുന്നു, ഒരു ഓഥറായിരുന്നു. ആൻഡ് ഹീ പ്രമോട്ടഡ് റാഡിക്കൽ തിങ്കിങ്. ആൻഡ് പിസറോവിന് ഒരു എസ്സേ എഴുതിയിരുന്നു വിച്ച് ഡിഫെൻഡഡ് ഇവാൻ ടർജനീവ്സ് ക്യാരക്ടർ ബസാറോവ് ഫ്രം ഫാദേഴ്സ് ആൻഡ് സൺ. സോ ഇവാൻ ടർജനീവ് എന്ന് പറയുന്ന ഒരു ഓഥർ എഴുതിയിരുന്ന ഒരു ബുക്കാണ് ഫാദേഴ്സ് ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു നോവൽ. ആൻഡ് അതിനകത്ത് ബസാറോവ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ദിമിത്രി പിസറോവ് ഒരു എസ്സേ എഴുതിയിരുന്നു. ആൻഡ് നമ്മുടെ ദോസ്റ്റോവെസ്കി ഈ ഒരു ബുക്ക് വളരെയധികം അഡ്മയർ ചെയ്തിരുന്നു. ബട്ട് പിസറോവ്സ് പ്രേവ് ഇൻസ്പയർഡ് ഹിം ടു ക്രിയേറ്റ് എ വെരി ഒരു മോർ റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ട്രാജിക്കൽ വേർഷൻ ഓഫ് ദിസ് റാഡിക്കൽ ഹീറോ എന്നുള്ളൊരു ഐഡിയ നമ്മളുടെ ദോസ്റ്റോവെസ്കിയുടെ മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെയാണ് റാസ്കോൾനിക്കോവിനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഓൾസോ ദോസ്റ്റോവെസ്കിയുടെ റിയൽ ഗോൾ എന്ന് പറയുന്നത് റാസ്കോൾനിക്കോവ് എന്ന ക്യാരക്ടറിൻ്റെ ഐഡിയോളജീസ് എല്ലാം ഫ്ലോഡ് ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ ഒരു നോവൽ ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നോവൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് കൂടുതലായിട്ട് റാസ്കോൾനിക്കോവ് റിയലൈസ് ചെയ്യുവാണ് സ്വന്തം ഐഡിയോളജീസ് ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ സ്വന്തം ഐഡിയോളജീസ് ആക്ച്വലി ഹ്യൂമൻ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യുവാണ്, സ്വന്തം ഗിൽട്ടിനെയും സ്വന്തം കോൺഷ്യസ്നെസ്സിനെയും എല്ലാം ഇഗ്നോർ ചെയ്യുവാണ് എന്നുള്ള റിയലൈസേഷൻ റാസ്കോൾനിക്കോവിന് ഗ്രാജുവലി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നാണ് ശരിക്കും ദോസ്റ്റോവെസ്കി ഈ ഒരു നോവലിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്. Whenever Raskolnikov follows his radical ideas, he becomes cold and arrogant. But whenever he listens to his conscience, he shows kindness and compassion. So Dostoevsky actually he wanted to show that you can't be both. You can't believe in love and humanity while also thinking it's okay to kill for a greater cause. നെക്സ്റ്റ് ഈ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത് മാർമലഡാവ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചാണ്. മാർമലഡാവിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലോസഫി. ബിക്കോസ് ഹിസ് ഡോട്ടർ സോണിയ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് ദിസ് ക്യാരക്ടർ സോണിയന് ഒരു ക്രൈസ് ലൈക്ക് ഒരു ലവ് ആൻഡ് സാക്രിഫൈസ് ഉള്ളതായിട്ടും ഈ ഒരു നോവലിനകത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് സോണിയുടെ ക്യാരക്ടർ വഴി ഓഥർ ഷോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് സ്പിരിച്വൽ റിഡംഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് റാസ്കോൾനിക്കോവ് എന്ന് പറയുന്ന നെയിം ആക്ച്വലി ഇറ്റ് മീൻസ് സിസ്മാറ്റിക്, SCHISMATIC. സോ സിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ സമ്മൺ ഹു ബ്രേക്സ് എവേ ഫ്രം റിലിജൻ ആൻഡ് ട്രഡിഷൻ എന്നാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രാസുമുഖീൻ്റെ ക്യാരക്ടറാണ്. രാസുമുഖീൻ ഈസ് ആക്ച്വലി റാസ്കോൾനിക്കോവ്സ് ചിയർഫുൾ ആൻഡ് കൈൻഡ് ഫ്രണ്ട്, ആൻഡ് ദിസ് നെയിം മീൻസ് റീസൺ in Russian, showing that he represents healthy, balanced thinking, what Raskolnikov lacks. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ലുസീൻ്റെയും ഇവാനോവിച്ചിൻ്റെയും. ആൻഡ് ദേ ബോത്ത് റെപ്രസെൻറ്റ് സെൽഫിഷ്നെസ് ആൻഡ് ട്വിസ്റ്റഡ് മൈൻഡ്നെസ്, വിച്ച് ഈസ് എ വേർഷൻ ഓഫ് റാസ്കോൾനിക്കോവ്സ് എക്സ്ട്രാ ഓർഡിനറി മാൻ തിയറി. അത് കഴിഞ്ഞ് അടുത്തതായി പറയുന്ന ക്യാരക്ടറാണ് ഇതിൽ ഒരു മേജർ അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള പോർഫിറിയുടെ. ആൻഡ് പോർഫിറി അണ്ടർസ്റ്റാൻഡ് റാസ്കോൾ ഡീപ്ലി ആൻഡ് വോണ്ട്സ് ടു ഹെൽപ്പ് ഹിം. ആക്ച്വലി നമ്മൾ ഈ ഒരു നോവൽ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് പോർഫിറി റാസ്കോൾനിക്കോവിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നൊരു മൈൻഡിലാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ എസ്സേയിസ്റ്റ് ഇതിനകത്ത് പറയുന്നത് ഏറ്റവും നന്നായി റാസ്കോൾനിക്കോവിനെ അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് പോർഫിറിയാണ്. ആൻഡ് ആക്ച്വലി റാസ്കോൾനിക്കോവിനെ പനിഷ് ചെയ്യുമല്ല, ആക്ച്വലി നമ്മുടെ റാസ്കോൾനിക്കോവിനെ രക്ഷപ്പെടുത്താനാണ് പോർഫിറി ശ്രമിക്കുന്നതെന്നാണ് എസ്സേയിസ്റ്റ് പറയുന്നത്. ആൻഡ് ഹി ക്യാൻ ബി സീൻ ആസ് എ ഫാദർ ഫിഗർ എന്നും നമ്മുടെ എസ്സേയിൽ പറയുന്നുണ്ട്. ആൻഡ് പിന്നീട് നമ്മുടെ റാസ്കോൾനിക്കോവിന് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് ഹി ഈസ് നോട്ട് സോ ഡിഫറെൻറ്റ് ഫ്രം ലുസീൻ ഓർ ഇവാനോവിച്ച് എന്ന്. ആൻഡ് ഈ ഒരു തോട്ട് ശരിക്കും റാസ്കോൾനിക്കോവിനെ വളരെയധികം ഹൊറിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് സോണിയ എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നത് അനുസരിച്ചത് എന്നാണ് എസ്സേയിസ്റ്റ് പറയുന്നത്. ആൻഡ് നോട്ട് ബിക്കോസ് ഹീ ഈസ് ഫുള്ളി കൺവിൻസ്ഡ് ദാറ്റ് സോണിയ ഈസ് റൈറ്റ്.
പക്ഷേ ആ ഒരു സമയത്ത് റാസ്കോൾനിക്കോവ് ഇമോഷണലി ആൻഡ് മോറലി ബ്രോക്കൺ ആണ്. അതുകൊണ്ടാണ് സോണിയ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ചത് എന്നാണ് എസ്സേയിസ്റ്റ് പറയുന്നത്. ആൻഡ് നമ്മുടെ എപ്പിലോഗിൽ പറയുന്നുണ്ട്, ഹി ഡ്രീംസ് ഓഫ് എ വേൾഡ് വെർ എവറി വൺ തിങ്സ് ദേ ആർ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് ഹാസ് ദ റൈറ്റ് ടു ഡു എനിത്തിങ് ആൻഡ് ദിസ് ലീഡ് ടു കെയോസ് ലൈക്ക് എ വാർ ഓഫ് എവറി വൺ എഗെയിൻസ്റ്റ് എവറി വൺ എന്നാണ് നമ്മുടെ എസ്സേയിൽ പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു എസ്സേയുടെ ടൈംലെസ്നെസ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊരു ടൈമിൽ വായിക്കുമ്പോഴും റെലവൻ്റ് ആയിട്ട് ഈ ഒരു എസ്സേ എങ്ങനെയാണ് തോന്നുന്നത് എന്നാണ് എസ്സേയിസ്റ്റ് പറയുന്നത്. ഈവൻ ദോ ദോസ്റ്റോവെസ്കി ഈ ഒരു നോവലിനകത്ത് 1800s പ്രോബ്ലംസ് അല്ലെങ്കിൽ അന്നത്തെ റഷ്യയിലുള്ള ഇഷ്യൂസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു നോവൽ നമുക്ക് വായിക്കുമ്പോൾ ഇറ്റ് സ്പീക്സ് ടു ഓൾ ടൈംസ് ആൻഡ് കൾച്ചർ ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് ഹ്യൂമൻ നേച്ചർ എന്നാണ് എസ്സേയിസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോറി ഒരു യൂണിവേഴ്സൽ സ്റ്റോറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, വിച്ച് ഇസ് അബൌട്ട് മൊറാലിറ്റി, ഗിൽറ്റ് ആൻഡ് റിഡംഷൻ. അപ്പോൾ ഇത് ഏതൊരു നാട്ടിലുള്ള അല്ലെങ്കിൽ ഏതൊരു കൾച്ചറിലുള്ള ഒരാൾക്കും റിലേറ്റബിൾ ആയിരിക്കും. ഏതൊരു സമയത്ത് വായിച്ചാലും നമ്മൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നും എന്നാണ് എസ്സേയിസ്റ്റ് പറയുന്നത്. ആൻഡ് ആക്ച്വലി ജസ്റ്റിസ്, ലവ് ഇതെല്ലാം തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റും ഈ ഒരു നോവലിൽ കാണിക്കുന്നുണ്ട്, വിച്ച് മേക്സ് ഇറ്റ് മോർ റിലേറ്റബിൾ. ആൻഡ് ഓൾസോ അതേപോലെ ഡീപ്പായിട്ടുള്ള ഈ ഒരു തീംസ് എപ്പോഴും ഏതൊരാൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള തീംസ് അല്ല. അതുകൊണ്ടാണ് ഇത് എപ്പോഴും അല്ലെങ്കിൽ ഒരു ടൈംലെസ് ആയിട്ടുള്ളൊരു നോവലായിട്ട് കാണുന്നത് എന്നാണ് എസ്സേയിസ്റ്റ് പറയുന്നത്. We can say that the essayist is trying to say that this particular novel is powerful as ancient Greek tragedies or Shakespeare's plays. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് എസ്സേ നമ്മളുടെ എസ്സേയിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, ദോസ്റ്റോവെസ്കി ആക്ച്വലി ഈ ഒരു നോവൽ വഴി കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ റിപ്പോർട്ടോ ഒന്നുമല്ല. വെറാസ് ഇതിലൂടെ ശരിക്കും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിതൗട്ട് കമ്പാഷൻ ആൻഡ് ലവ് ഓൾ സൊല്യൂഷൻസ് ബിക്കം ക്രൂവൽ ആൻഡ് ഹാംഫുൾ എന്നുള്ള ഒരു തോട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് എന്നാണ് നമ്മുടെ എസ്സേയിസ്റ്റ് പറയുന്നത്. അത്രയുമുള്ള ഈ ഒരു പെർട്ടിക്കുലർ എസ്സേനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ അത് പറയുക. ആൻഡ് ഇനി ഏത് വർക്കാണ് അല്ലെങ്കിൽ ഏത് എസ്സേ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.